രാഹുൽ ഗാന്ധിയുടെ ആസ്തി വർദ്ധിച്ചതിനുള്ള ഉറവിടം വെളിപ്പെടുത്താൻ വെല്ലുവിളിയുമായി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. 2004-ൽ 55 ലക്ഷം രൂപയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആസ്തി. എന്നാൽ വെറുമൊരു MP ആയ രാഹുൽ ഗാന്ധിക്ക് 2014 ആയപ്പോഴേക്കും 9 കോടി ആസ്തി എങ്ങനെയുണ്ടായി എന്നാണ് ഇപ്പോൾ രവിശങ്കർ പ്രസാദ് ചോദിക്കുന്നത്. വെറും ഒരു പാർലമെന്റ് അംഗമായ രാഹുൽ ഗാന്ധിക്ക് 2014-ലെ വരുമാനത്തിൽ നിന്ന് 2014-ലെത്തിയപ്പോൾ ആസ്തി വർദ്ധിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കണം എന്നാണ് രവിശങ്കർ പ്രസാദ് പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം. BJP ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. പാർലമെന്റിലെ ഒരു MPക്ക് ലഭിക്കുന്ന ശമ്പളമല്ലാതെ രാഹുൽ ഗാന്ധിക്ക് മറ്റു വരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. 2004-ലെ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആസ്തി 55,38,123 രൂപയാണ്. പിന്നീട് 2009-ൽ 2 കോടിയും 2014-ൽ 9 കോടിയുമായി. 55 ലക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് താങ്കളുടെ ആസ്തി 9 കോടി ആയത് എന്ന് ഞങ്ങൾക്ക് അറിയണം എന്നാണ് രവിശങ്കർ പ്രസാദ് ഇപ്പോൾ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് BJPക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ആസ്തി 9 കോടി ആയത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ BJP പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം. രവിശങ്കർ പ്രസാദ് ഇത്തരത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു കൃത്യമായ ഉത്തരം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാജ്യമെമ്പാടും ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നുമുണ്ട്. കേരളത്തിലും അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഈ ചോദ്യം ഉയർന്നേക്കാം എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. അമേഠിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ള ആവശ്യം ഉയരുകയാണ്. അമേഠിക്ക് പുറമെ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലും മത്സരിക്കും എന്നുള്ളൊരു സൂചനകൾ വന്നതിനെ തുടർന്നാണ് വയനാട്ടിൽ മത്സരിച്ചേക്കാമെന്നുള്ള വാർത്തകൾ വന്നത്. ഹൈക്കമാൻഡാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് വയനാട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യയിലാകെ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം കോൺഗ്രസ് 16 സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിലും സമ്പൂർണ്ണ വിജയം നേടാനാകും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് KPCC അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നതായി ACC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. രാഹുലിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരുന്നു. എന്തായാലും കേരളത്തിലും രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുകയാണ്. കേരളത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് നേരെ ഈ ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. എങ്ങനെയാണ് വെറും ഒരു MP ആയ രാഹുൽ ഗാന്ധിയുടെ ആസ്തി 9 കോടി ആയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. രവിശങ്കർ പ്രസാദ് ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.